കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ CPM നേതാക്കൾക്ക് ഇഡിയുടെ നോട്ടീസ്. മുൻ MP PK ബിജു, CPM കൗൺസിലർ MR ഷാജൻ എന്നിവരോട് മറ്റന്നാൾ ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് ഐസക് നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി വാദം കേൾക്കും. തിരഞ്ഞെടുപ്പെടുത്തതോടെ കരുവന്നൂർ കേസിൽ അന്വേഷണം ചൂടുപിടിപ്പിക്കുകയാണ് ഇഡി. കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് PK ബിജുവിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ CPM നേതാക്കൾക്ക് വരും ദിവസങ്ങളിൽ ഇഡി നോട്ടീസ് നൽകും. നിലവിൽ തൃശൂർ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി MK കണ്ണൻ, AC മൊയ്തീൻ എന്നീ നേതാക്കൾക്ക് കൂടി ഉടൻ നോട്ടീസ് എത്തുമെന്നാണ് വിവരം. കേസിൽ ഇഡി അന്വേഷണം മന്ദഗതിയിലാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഇഡി ഒരുങ്ങുന്നത്. കേസിൽ സഹകരണ രജിസ്ട്രാർമാർക്കും പങ്കുണ്ടെന്നാണ് ഇഡിയുടെ വാദം. 10 വർഷത്തെ ഓഡിറ്റ് വിവരം മറച്ചുവെച്ചത് രജിസ്ട്രാർമാരാണെന്ന് ഇഡി ചൂണ്ടിക്കാട്ടുന്നു. ഈ കാലയളവിൽ ചുമതല വഹിച്ചവരെ പ്രതികളാക്കാനാണ് ഇഡിയുടെ നീക്കം. ഇതിനിടെ മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. 8ാം തവണയാണ് ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഐസക്കിന് നോട്ടീസ് നൽകിയത്. ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്ത് ഐസക് നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജിയിൽ കോടതി ഉത്തരവ് അറിഞ്ഞ ശേഷമായിരിക്കും ഹാജരാകുന്നതിൽ തുടർ നടപടികൾ. വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി ഇഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമ ലംഘനമുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്കിന് ഇഡി തുടർച്ചയായി സമൻസ് നൽകുന്നത്. എന്നാൽ ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഐസക് തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി.